പുതിയ മുഖം കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമ എന്ന രീതിയിൽ ഒരു വാർത്ത എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. അന്ന് തന്നെ ഭയങ്കര ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ശരിക്കും ആ ഒരു സംഭവം ഈ പറഞ്ഞ പുതിയ മുഖത്തിന് മുമ്പായിരുന്നോ പുതിയ മുഖത്തിന് ശേഷമായിരുന്നോ ആ ഒരു സബ്ജക്റ്റിലേക്ക് ശരിക്കും അന്ന് ലാൻഡ് ചെയ്തത്? പിന്നെ പുതിയ മുഖം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് തുടങ്ങിയ സിനിമ കാക്കി എന്ന് പറഞ്ഞ സിനിമ ഞാൻ വർക്ക് ചെയ്യുന്നു പൃഥ്വിരാജുമായി വാസ്തവം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കാക്കി വർക്ക് ചെയ്യുമ്പോഴാണ് പൃഥ്വിരാജിനോട് ഞാൻ എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയാം. പടം ചെയ്യണമെന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ഇതിൽ തന്നെ അദ്ദേഹം ക്ഷയിക്കേണ്ടി വരും. അവിടെ നിന്നാണ് നമ്മളൊരു സിനിമ അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ. കഥയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, സിനിമ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം. അത് കഴിഞ്ഞൊരു കഥ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഷാഹിദിന്റെ ഒരു കഥയായിരുന്നു. ആ കഥ അദ്ദേഹം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഷാഫി സാറിന്റെ ചോക്ലേറ്റ്സ് അല്ല അതിനു മുമ്പ് ലോലിപോപ്പ് ചെയ്തു. അപ്പൊ ലോലിപോപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കരമായിട്ട് മാറി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കഥ പിന്നെ അദ്ദേഹത്തിന് ഫിറ്റ് അല്ലാവും. അങ്ങനെയാണ് നമ്മൾ താന്തോന്നിയുടെ കഥ പറയുന്നത്. താന്തോന്നിയുടെ കഥ പറയുമ്പോൾ തന്നെ ആ സമയത്തേക്ക് അദ്ദേഹം അപ്പൊ ഈ പുതിയ മുഖമൊക്കെ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. പുതിയ മുഖം, റോബിൻഹുഡ്. അതെ അല്ല, താന്തോന്നിയുടെ കഥ പറയുന്നത്. അതിനുശേഷം നമ്മൾ തിരക്കഥയെല്ലാം കഴിഞ്ഞ് തിരക്കഥ വായിക്കുന്നത് ശരിക്കും റോബിൻഹുഡിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതെ റോബിൻഹുഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിലേക്ക്